സിനിമയിലൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ, ജ്യോത്സ്യന്മാരടുത്ത് ചെന്നിട്ട് ഒരു ജാതകം ശരിയാക്കണമെങ്കിൽ ഒരു 50 രൂപ എടുത്ത് കൈ വെച്ച് കൊടുത്തിട്ട് അപ്പൊ പുള്ളി ഉടനെ പറയും ഇത് ഓക്കെ കെട്ടിച്ചോ എന്ന് പറയും. ഇതൊക്കെ ശരിക്കും ഒറിജിനലിലും നടക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ കൊടുത്തു ഓക്കെ ആക്കത്തൊന്നുമില്ല. അതിന് അവർ ചെയ്യുന്ന വേറൊരു മെത്തേഡുണ്ട്. ഇതിനൊരു പരിഹാരമുണ്ട്. ഒരു 50,000 രൂപയുടെ പൂജ നടത്തിയിട്ട് വേണം നടത്തിക്കോളാൻ പറയും. അത് ചെയ്യാറുണ്ട്, സീരിയസ്ലി ചെയ്യാറ്. ഞാൻ പറഞ്ഞില്ലേ, ഈ നമ്മൾ എടുത്താൽ ഈ ഹൈന്ദവ വിശ്വാസികൾ പലപ്പോഴും ദാരിദ്ര്യത്തിലേക്ക് പോകുന്നു. ഇത് ഞാൻ പറയുമ്പോൾ ഉള്ള പ്രശ്നം എന്നെ ഹിന്ദു വിരോധിയാക്കും. ഞാൻ ഓരോ പോയിന്റ് സംസാരിക്കുന്നത് ആസ്ട്രോളജി നിയമങ്ങളിൽ നിന്നുകൊണ്ട് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. എന്നെക്കുറിച്ചുള്ള ട്രോളുകൾ എടുത്തു നോക്കൂ. ആസ്ട്രോളജി നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഒരു കാര്യവും പറയത്തില്ല. ഇതിനെ ഇപ്പം ആനി പണ്ടൊരു വേഷം കെട്ടി, പുരുഷന്റെ വേഷം കെട്ടി ഒരു സിനിമയിൽ അഭിനയിച്ചു. നിങ്ങൾ പുരുഷനാണെന്ന് വിശ്വസിച്ചിരിക്കുന്ന ഒരാളുടെ മുമ്പിലേക്ക് അയ്യോ ഞാനതല്ലേ, ഞാൻ സ്ത്രീയാണെന്ന് പറയുമ്പോൾ അവർ വിശ്വസിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശരി പറഞ്ഞാൽ ഇതിന് എത്ര വലിയ സൈക്കോളജിയാണെന്നറിയാമോ അനി? ഒരാൾ ആത്മഹത്യയുടെ മുനമ്പിൽ നിൽക്കുന്ന ഒരാളെ ഒരു ജോത്സ്യന് കൃത്യമായി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം. ഞാൻ എൻ്റെ ഒരു സുഹൃത്ത്, അവന് ദുബൈയിലായിരുന്നു. അവന് ബിസിനസ് കാര്യത്തിൽ ഇങ്ങനെ വലിയ സ്ട്രഗിളായി. എന്നിട്ട് ഇവൻ പല സ്ഥലത്ത് പോകുമ്പോൾ ഒന്നും നടക്കുന്നില്ല. ഇവൻ മെൻ്റലി ഭയങ്കരമായിട്ട് ഡൗൺ ആയി. അവൻ്റെ വൈഫ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഹരി ഇവൻ ഇങ്ങനെ ആത്മഹത്യയെ പറ്റിയൊക്കെ സംസാരിക്കുന്നത് എനിക്ക് പേടി തോന്നുന്നു, ഹരി ഒന്ന് വിളിക്കുമോ, ഞാൻ പറഞ്ഞത് പറയരുതെന്ന് പറഞ്ഞു. ഞാനപ്പോൾ അവനെ വിളിച്ചു. ഞാൻ ചോദിച്ചാൽ എന്തുകൊണ്ടാണ് വിശേഷം എന്ന് ചോദിച്ചു. അളേ നിന്നെ വിളിക്കാതിരിക്കുമായിരുന്നു, ഞാൻ വളരെ പ്രശ്നത്തിലാണ്, അപ്പം ഞാനൊന്ന് ഡേറ്റ് ഓഫ് ബർത്ത് അയക്കണം, ഞാനിവിടെ ഇല്ല, ഇവനെന്ത് പ്രശ്നം എന്ന് ചോദിച്ചു. അങ്ങനെ ഡേറ്റ് ഓഫ് ബർത്ത് സമയം അയച്ചു. ഞാൻ പറഞ്ഞ അളിയാ നിനക്കിപ്പം അഷ്ടമ വ്യാഴം എന്ന് പറഞ്ഞ സമയമാണ്, ഒരു വർഷത്തേക്ക് അതുണ്ട്. അതിൽ സർവപ്രണാശോ വിപദോപവാദോ ഹേതു പ്രദേശോ മരണസ്യത, അങ്ങനെ പല പ്രശ്നങ്ങൾ വരും, മരണതുല്യമായ ക്ലേശങ്ങൾ വരും, മരിക്കാൻ തോന്നും. നീ ഇപ്പം ആരെ അപ്രോച്ച് ചെയ്താലും അവർ നെഗറ്റീവേ പറയൂ, അപ്രോച്ച് ചെയ്യുന്ന ഒന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞ് നീ അപ്രോച്ച് ചെയ്യാതിരിക്കരുത്. ഈ ഒരു വർഷം, അതായത് അന്നൊരു സെപ്റ്റംബർ എന്തോ ഒരു ഡേറ്റ് ആണ്, ആ ഡേറ്റ് വരെ നീ ഇവന്മാർ റിജക്ട് ചെയ്താലും നീ പിന്നെയും പോകണമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അത് അവന് കിട്ടിയ ഒരു മോട്ടിവേഷനാണ്. ഈ സെപ്റ്റംബർ അടുത്ത സമയത്ത് അവൻ ബിസിനസ് ഡെവലപ്പായി. അവനിപ്പോൾ നല്ല നിലയിൽ ബിസിനസ് ചെയ്ത് ജീവിക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് ആസ്ട്രോളജിയുടെ ശക്തിയാണെന്ന് പറയാം. പക്ഷെ ഞാൻ പറയുന്നത് ആസ്ട്രോളജി അവന് കൊടുത്ത ഒരു മനഃശക്തിയാണത്. ഇങ്ങനെ ഇത് ഉപയോഗിക്കപ്പെടാം. സത്യം. പക്ഷെ ഇതിനകത്ത് കച്ചവടമാക്കുന്നവരും ഉണ്ട്. ഇത് വേണം എനിക്ക് കച്ചവടമാക്കാം, നീ ഒരു കാര്യം ചെയ്യും, ഒരു 30,000 രൂപയുടെ ഒരു ഹോമം നടത്തിയാൽ സെപ്റ്റംബറോടുകൂടി കാര്യം നടക്കുമെന്ന് പറഞ്ഞാലും എനിക്ക് 30,000 രൂപ മേടിക്കാം. സാർ, അത് ഒരു പാവങ്ങളായാലും വന്ന് ഇത് ചോദിക്കുമ്പോൾ അവർക്ക് പ്രശ്നങ്ങളുടെ പരിഹാരങ്ങൾ കണ്ടെത്താനുണ്ടല്ലോ. അപ്പൊ അതൊരു യൂട്ടിലൈസിങ് ആയപ്പോൾ അവരെവിടുന്നൊക്കെയോ കടം മേടിച്ചിട്ടായിരിക്കും വന്ന് ഇത്. ഞാനൊരു കാര്യം പറയാം, എനിക്ക് അത് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. ഇവിടെ മതപരിവർത്തനം നടത്തുന്നതിൽ ഒരു ശതമാനം ഈ ജ്യോത്സ്യന്മാരുടെ പങ്കുണ്ട്. കാരണം ഈ ഒരു അമ്മ, അവർക്ക് 3 മക്കളാണ്, 2 പെൺകുട്ടികളും ഒരു പുരുഷനും ഒരു മകനും. അവന് ക്യാൻസർ പിടിപെട്ടു. അപ്പോൾ ഈ അമ്മ ആകെ വെപ്രാളായി. അമ്മമാരുടെ ഒരു മനസ്സെന്ന് പറഞ്ഞാൽ ഈ മക്കൾക്ക് എന്തെങ്കിലും വന്നാൽ പിന്നെ ഭ്രാന്താണ് ഇവർക്ക്, ആരെന്ത് പറഞ്ഞാലും ചെയ്യും. അങ്ങനെ ഈ അമ്മ എന്ത് ചെയ്തു, ഈ ഒരു ജ്യോത്സ്യനെ പോയി കണ്ടു. അപ്പോൾ അയാൾ പറഞ്ഞു ഇതൊരു അഘോര ഹോമം നടത്തിയാൽ, രാഹുവിൻ്റെ ദോഷം കൊണ്ടാണ് ക്യാൻസർ, അഘോര ഹോമം നടത്തിയാൽ ഇവൻ ജീവിച്ചിരിക്കും, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അമ്മ ചിന്തിച്ചു, എൻ്റെ മകൻ ജീവിച്ചിരുന്ന 2 പെൺകുട്ടികളുണ്ട്, കല്യാണം നടത്താം, 70,000 രൂപയാണ് ആ പൂജയ്ക്ക്. ഇവരെന്ത് ചെയ്തു, പ്രമാണം കൊണ്ടുവന്ന് ഏതൊരു സഹകരണ ബാങ്കിൽ കൊണ്ടുവച്ചിട്ട് 80,000 രൂപ എടുത്തു. 70,000 രൂപ മനുഷ്യന് കൊടുത്തു, 10,000 രൂപ കൈവച്ചു. കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഇയാൾ മരിച്ചു, ഈ പയ്യൻ മരിച്ചു. ഇവർക്ക് ഈ ലോൺ അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ വീട് ജപ്തിയായി. ഇവർ കഷ്ടപ്പെട്ട് നിന്നപ്പം ഒരു സഹോദര മതസ്ഥനായ ഒരു ഫാമിലി അടുത്തുണ്ട്, അവരിവരെ സഹായിക്കാനെത്തി. ഇവരിപ്പോൾ ആ മതവിശ്വാസിയാണ്. ഇതാരുണ്ടാക്കിയതാ? ഇത് ക്യാൻസർ വരുന്നത് രാഹുവിൻ്റെ ദോഷം കൊണ്ടല്ലെന്നും മന്ത്രവാദം നടത്തിയാൽ ഇത് മാറില്ലെന്നും രോഗത്തിന് ഒരേ ഒരു പ്രതിവിധി ചികിത്സയാണെന്നും അറിഞ്ഞുകൊണ്ട് ഇത് ചെയ്തത് തെറ്റല്ലേ? എതിർക്കേണ്ടത് ആരെയാ? അവരെയല്ലേ? ഇത് വിളിച്ചു പറയുന്ന എന്നെയാണോ? ഇപ്പൊ ഞാനിത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്ന് പറയുമ്പോൾ എത്രയോ 100 ആളുകൾ എന്നെ കാണാൻ വരുന്ന, അവർ ഞാൻ നിന്നെ കാണാൻ വന്നിട്ടുണ്ട്, നീ എന്നെ പറ്റിച്ചെന്ന് പറഞ്ഞൊരു കമന്റ് വരത്തില്ല. ചിലപ്പോൾ ഫേക്ക് ഐ ഡി എന്ന് വരുമായിരിക്കും, ഒറിജിനൽ ഐ ഡി വരില്ല. കാരണം ഇത് വെച്ചുകൊണ്ടും ജ്യോതിഷം നടത്താമെന്ന് ഞാൻ തെളിയിക്കുന്നതല്ലേ, എൻ്റെ അച്ഛൻ തെളിയിച്ചതല്ലേ. എത്രയോ ഗണക സമുദായത്തിൽപ്പെട്ട ജ്യോതിഷികൾ ഇന്ന് ഇത് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു.